ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മലബാർ സ്റ്റൈൽ മീൻ കറിയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് അയലയാണ്. അപ്പം ഒട്ടും താമസിയാതെ നമുക്ക് ഈ മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്കൊന്ന് മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു വലിയ അയലയാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെള്ളം വേണ്ട, ജസ്റ്റ് ഒന്ന് മസാല ഒന്ന് കോട്ട് ചെയ്യാൻ മാത്രം ആവശ്യത്തിന് മതി. ഇതിപ്പോൾ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. മീൻ കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും. ഇനി കൈ വെച്ച് നല്ലോണം ഞെരടി എടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും കറിയിലേക്ക്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടി പോകാൻ പാടില്ല, അപ്പോൾ കറിയിലൊരു കയ്പ്പ് രസം വരും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കറി നല്ലോണം തിളപ്പിച്ചെടുക്കുകയാണ്. കറി നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കറി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം മീനും കറിയും എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് 1 ടീസ്പൂണോളം നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും. അങ്ങനെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.